കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. നമുക്കിന്ന് തേങ്ങയെല്ലാം വറുത്തരച്ച് നല്ലൊരു കോളിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കിയാൽ അതിനായിട്ട് ആദ്യം തന്നെ കോളിഫ്ലവർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകിയെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളം നന്നായിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. സമയം കൊണ്ട് 3 വലിയ ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, 2 വലിയ ഉള്ളി, അരക്കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 2 തണ്ട് കറിവേപ്പില, പിന്നെ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ നമുക്ക് 3 വിസിലൊന്ന് അടിച്ചെടുക്കാം. കുക്കറിൽ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് വറുക്കാനുള്ള തേങ്ങ വേഗം ഒന്ന് ചിരകിയെടുക്കാം കേട്ടാ. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും, അരക്കഷ്ണം ഇഞ്ചിയും, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂക്കുമ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, സാധാ ജീരകമാണ്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച കോളിഫ്ലവറും വറുത്ത് പൊടിച്ച നമ്മളെ മെയിൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് പാകത്തിന് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ. കറി നല്ലപോലെ തിളച്ച് കുറുകി ഇതുപോലെ സെറ്റായി വരുമ്പം ചേർത്ത മസാലയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല. അവസാനം കുറച്ച് കറിവേപ്പിലും കൂടി തൂക്കി കൊടുത്താൽ നമ്മളിതാ വറുത്തരച്ച നല്ല അടിപൊളി കോളിഫ്ലവർ മസാലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും ദോശക്കും എന്തിനേറെ പറയുന്നത് എല്ലാത്തിനും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.